നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ഡ്രോയിങ്ങിൻ്റെ സഹായത്തോടു കൂടി നമുക്കൊരു മാനുവൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ടൂൾ പാത്ത് എങ്ങനെ കോർഡിനേറ്റ് ബേസിൽ നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ചെക്കിൻ്റെ ഫിഗർ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോ മെറ്റീരിയൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആക്സസുകൾ കൊടുത്തിട്ടുണ്ട്. ഇസഡ് ഫേസിൽ ഇസഡ് 0, വർക്കിൻ്റെ ഫേസ് ഇസഡ് 0 ആയിട്ടും അത് ഇസഡ് ഫേസിൽ നിന്നും ലെഫ്റ്റിലേക്ക് മൈനസും പ്ലസ് ഡയറക്ഷനും കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു എക്സിനും ഇസഡിനും കോർഡിനേറ്റ് വാല്യൂസ് പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡയമെട്രിക്കലി ഒരു വ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ഫേസിൽ കൊടുത്തിരിക്കുന്ന, അതായത് വർക്കിൻ്റെ ഫേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന, അതായത് വർക്കിൻ്റെ എൻഡ് പോയിൻ്റ് ആയിട്ട് വരുന്ന റൗണ്ട് ഷേപ്പിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എക്സിന് പ്ലസ് വാല്യൂ മൈനസ് വാല്യൂ നമുക്കുണ്ട്. നോർമൽ കേസിൽ നമ്മളത് വർക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മൈനസ് വാല്യൂസ് നമ്മൾ എടുക്കാറില്ല. സം കേസസിൽ മാത്രം നമ്മൾ മൈനസ് വാല്യൂസ് ആഡ് ചെയ്യാറുള്ളൂ. ഫേസിങ് ഓപ്പറേഷൻ പോലുള്ള ഓപ്പറേഷൻ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ചിലപ്പോൾ ഫേസിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് മൈനസ് വാല്യൂയിലേക്ക് മൂവ് ചെയ്യിപ്പിക്കും. അത് ഒഴിവാക്കിയാൽ എക്സ് എന്ന് പറയുന്നത് ഡയമെട്രിക്കൽ വാല്യൂ എപ്പോഴും പ്ലസ് ഡയറക്ഷൻ ആയിരിക്കും. നമുക്കൊരു ഫേസിങ് ഓപ്പറേഷൻ്റെ സഹായത്തോടു കൂടി നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എക്സിൻ്റെ മൂവ്മെൻറ്റും ഇസഡിൻ്റെ മൂവ്മെൻറ്റും എന്താണെന്നുള്ളത്. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നുണ്ട്, ഈ മൂവ്മെൻറ്റിൽ നമുക്ക് എക്സ് ആണിപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ടൂൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സിൻ്റെ ഡയറക്ഷനാണ് വർക്കിൻ്റെ ഡയമീറ്ററിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് ലെഫ്റ്റിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് ഇസഡ് ആക്സിസ്. അപ്പോൾ അതായത് ഫേസിങ് ഓപ്പറേഷനിൽ ഡെപ്ത് കൊടുക്കുന്നത് ഇസഡിലായിരിക്കും ഡെപ്ത് വരിക, എക്സ് ആയിരിക്കും മൂവ്മെൻറ്റ് സാധ്യമാക്കുക. ഓക്കെ, ഇപ്പോൾ ആ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ഇപ്പം എക്സ് പ്ലസ് ഡയറക്ഷനിൽ നിന്ന് സെൻറ്ററിലേക്ക് വരികയാണ് ടൂൾ മൂവ് ചെയ്യുന്നത് 0 വാല്യൂവിലേക്ക്. അപ്പം നമുക്കൊരു സ്റ്റെപ്പ് ടേണിങ്ങിൻ്റെ ഡ്രോയിങ്ങിനെ ബേസ് ചെയ്ത് നമുക്കൊരു ടൂൾ പാത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിവിടെ ഡ്രോയിങ് ബിയും ഡ്രോയിങ് സിയും കൊടുത്തിട്ടുണ്ട്. ഡ്രോയിങ് ബി ഫുൾ വ്യൂവും ഡ്രോയിങ് സി നമ്മൾ ഹാഫ് ആയിട്ടുമാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു സിമ്മട്രിക് വർക്കാണ്, അതുകൊണ്ടാണ് നമ്മൾ ഹാഫ് വ്യൂവിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ ഈ കാണുന്ന സെൻറ്റർ പോയിൻ്റ്, അതായത് വർക്കിൻ്റെ സെൻറ്റർ ആയിരിക്കും 0 0 എക്സ് 0 ഇസഡ് 0. നമ്മളിവിടെ N1 പോയിൻ്റായിട്ട് ഇത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഇവിടെ സെൻറ്റർ, അതായത് വർക്കിൻ്റെ സെൻറ്ററിൽ നിന്നും എക്സ് 0 ആയിരിക്കും. അതുപോലെ തന്നെ ഇസഡ് 0 എന്ന് പറയുന്നത് നമ്മൾ വർക്കിൻ്റെ ഫേസ് ആയിരിക്കും ഇസഡ് 0 ആയിട്ട് കൺസിഡർ ചെയ്യാൻ. അപ്പോൾ ഈ ഫേസിൽ ഇസഡ് 0 ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 0യിൽ നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എല്ലാം ഇസഡ് മൈനസും, അത് ഈ ഫേസിൽ നിന്ന് ഇപ്പുറത്തേക്കുള്ള ഇസഡ് പ്ലസ്സും ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ 0, ഇസഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി N2ലേക്ക് പോകുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, എക്സ് നമ്മളെപ്പോഴും മെൻഷൻ ചെയ്യുന്നത് ഡയമെട്രിക്കലി വാല്യൂ ആയിട്ടും ഇസഡ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ലെങ്ത് വാല്യൂ ആയിട്ടായിരിക്കും. അപ്പോൾ N2ലെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇവിടെ എക്സ് 30 ഡയമീറ്റർ തന്നിരിക്കുന്നത്. അതായത് ഈ വന്നിരിക്കുന്ന 25 mm ലെങ്തിൽ ഡയമീറ്ററായിട്ട് കൊടുത്തിരിക്കുന്നത് 25 mm ലെങ്തും 30 ഡയമീറ്റർ ആയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇവിടുത്തെ N2ലെ എക്സിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 30 ആയിരിക്കും. ഇനി ഇവിടുത്തെ ഇസഡ് വാല്യൂ എന്ന് പറയുന്നത്, നമ്മളിവിടെ ഇസഡ് 0 ആണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. അവിടെ ഇസഡ് 0 എന്ന് പറയുന്നത് N1ലും N2ലും സെയിം പൊസിഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇസഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അവിടെ നിന്ന് നമ്മൾ N3ലേക്ക് പോകുമ്പോൾ N3ലെ വാല്യൂ എന്ന് പറയുന്നത്, N3ലെ വാല്യൂ എന്ന് പറയുന്നത് 30 ഇസഡ് മൈനസ് 25 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 30, ഇസഡ് മൈനസ് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 25 mm ആണ്. സോ ഇസഡ് മൈനസ് 25. ഇനി N4ലേക്ക് പോകുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ്. എക്സിൻ്റെ വാല്യൂ 40, ഇസഡ് മൈനസ് 25, ഫേസിൽ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത്. N5ലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ 40, ഇസഡ് മൈനസ് 50. N6ൽ വരുമ്പോഴത്തേക്കും എക്സ് 50, ഈ ഡയമീറ്റർ ഇവിടെ തന്നിരിക്കുന്ന 50 ആണ്. അതുകൊണ്ട് അവിടെ നിന്നും ഫേസിൽ നിന്നും ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇസഡ് മൈനസ് 50 ആയിരിക്കും. അത് പ്ലസ് ചെയ്ത് പറഞ്ഞു. അതായത് നമ്മൾ അബ്സല്യൂട്ടിലാണ് പ്രോഗ്രാം ചെയ്യുന്നത് നോർമൽ കേസിൽ. അപ്പം നമ്മൾ ഒറിജിൻ എവിടെയാണോ, ഒറിജിൻ എന്ന് പറയുന്നത് നമ്മൾ N1 ആണ്, അല്ലെങ്കിൽ ഈ പോയിൻ്റ് ആണ് എങ്കിൽ ഇവിടെ നിന്നും നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്ന വാല്യൂ അവിടെ നിന്നുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ആയിരിക്കണം നമ്മൾ പ്ലസ് ചെയ്ത് എഴുതാൻ. N7ലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 50, ഡയമീറ്റർ 50, അതുപോലെ തന്നെ ലെങ്ത് വാല്യൂ 0യിൽ നിന്നും ഇവിടം വരെ ടോട്ടൽ 75 ആണ്. സോ നമ്മളുടെ ടൂൾ പാത്ത് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന ടൂൾ പാത്ത് നമ്മൾ പ്രോഗ്രാമിലൂടെ റൺ ചെയ്യിച്ചാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ആ മെഷീനിലൂടെ റൺ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും സംഭവിക്കുക എന്നുള്ളത്, ശരിക്കും ഇങ്ങനെ നമ്മൾ ടൂൾ പാത്ത് എഴുതുന്നതിന് നമ്മൾ ഫിനിഷിംഗ് ടൂൾ പാത്തായിട്ടാണ് കൺസിഡർ ചെയ്യുക. സൈക്കിൾസ് ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും ഇത് റഫിംഗ് മെത്തേഡിൽ നമ്മൾ എവിടെ നിന്നാണോ റോ മെറ്റീരിയൽ എടുക്കുന്നത് ആ റോ മെറ്റീരിയൽ മുതൽ ചെയ്ത് മുകളിൽ നിന്നും താഴേക്കായിരിക്കും മെഷീനിങ് നടക്കുക. ഇത് നോർമൽ കേസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് കൊടുക്കുന്നു അവിടെ മുതൽ ടൂൾ ഇങ്ങനെ കയറി നമ്മളുടെ ഈ പറഞ്ഞ പ്രൊഫൈലിലൂടെ ഓടും. അതാണ് ശരിക്കും ഈ ടൂൾ പാത്തിൻ്റെ പ്രത്യേകത. ഇതിൽ നമ്മൾ ജി കോഡുകളൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല.
ജസ്റ്റ് കോർഡിനേറ്റ് വാല്യൂസ് മാത്രമാണ് നമ്മളിപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇനി കോർഡിനേറ്റ് വാല്യൂസ് മാറ്റി നമ്മൾ ജി കോഡ് അപ്ലൈ ചെയ്ത് എപ്പോൾ എഴുതുന്നോ അന്നേരമായിരിക്കും നമുക്ക് പ്രോഗ്രാം മെഷീനിൽ റൺ ചെയ്യിക്കാൻ സാധിക്കുക. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ജസ്റ്റ് ഒരു ബേസിക്കാണ്. അപ്പോൾ ഇത് നമ്മൾ മെഷീനിലൊന്നും പോയി അപ്ലൈ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായാലും ചെയ്യരുത്. ആരുടെയെങ്കിലും സഹായത്തോടു കൂടി മാത്രം ഇത് കറക്റ്റാണെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം മെഷീനിൽ ചെക്ക് ചെയ്യാൻ പോലും പാടുള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്ന് സിമുലേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ടൂൾ പാത്ത് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. ഓക്കെ, സ്പീഡ് കുറച്ചൊന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കുന്നത് കാണാൻ സാധിക്കും, ഇതിൻ്റെ ഹോൾഡർ മാക്സിമം സെൻറ്ററിലേക്ക് കയറി പോയിട്ടാണ് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഹോൾഡറിൻ്റെ ടൂൾ ഇല്ലാത്ത അല്ലെങ്കിൽ ഇൻസേർട്ട് ഇല്ലാത്ത വശം വരെ വർക്കിൽ ടച്ച് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഇതൊരു ഡെപ്ത് ഓഫ് കട്ട് വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളൊരു കാരണവശാലും ഓവറായിട്ട് മെറ്റീരിയൽ എക്സസ് നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ടൂൾ പാത്ത് കൊടുക്കാൻ പാടില്ല. ഒന്നെങ്കിൽ ക്യാൻഡ് സൈക്കിൾസ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡെപ്ത് കൊടുത്തോ വേണം നമ്മൾ പ്രോഗ്രാം എഴുതാൻ. ഇത് നോർമൽ കേസിൽ പോസിബിൾ അല്ല. ഇത് നമ്മൾ ഫിനിഷിംഗ് ഓപ്പറേഷന് വേണ്ടി എഴുതുന്ന ടൂൾ പാത്ത് അല്ലെങ്കിൽ കോർഡിനേറ്റ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യാൻ. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.